Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളുടെ സെക്കൻഡ് ചാനലാണ്. നേരത്തെ ഫസ്റ്റ് ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനാലാണ് സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള മുൻപോട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണോ, അല്ലെങ്കിൽ നമ്മളത് കാത്തിരിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളൊരു ഡിവൈൻ മെസ്സേജാണ് നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒറാക്കിൾ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക. Universe, please guidance. Universe, please guidance. Universe, please guidance. Okay. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള മുൻപോട്ടുള്ള ബന്ധം നമ്മൾ കൊണ്ടുപോകണോ? എന്താണ് ഡിവൈൻ മെസ്സേജ് തരുന്നത്? യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് us. Universe, please guide us. Universe, please guide us. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഇന്ന് നമ്മളിവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടുന്നത്, യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങൾക്കായിട്ടൊരു അഡ്വൈസ് തരുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തെ നോക്കുമ്പോൾ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ അഡിക്റ്റഡ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അതിയായിട്ട് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കാട്ടിലുപരി നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല, ആ ഒരു പേഴ്സണെ നിങ്ങൾ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടി തരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൺ ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് അറിയാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ടൻ വേഷം കെട്ടുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിക്ക് നിങ്ങളിവിടെ നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ പല സമയങ്ങളിലും അറിയുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പം പല ചുറ്റുപാടിനുമുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന തെറ്റുകൾ, അതായത് നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി വളരെയധികം ആത്മാർത്ഥമായിട്ട് ആ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് മൂലം അവരുടെ തെറ്റുകൾ, അല്ലെങ്കിൽ മേ ബി ഇതിൻ്റെ അകത്തൊരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. അത് പക്ഷെ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നമ്മളോട് ചെയ്യുന്ന തെറ്റുകൾ പലപ്പോഴും നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ നമുക്കവിടെ സ്ഥാനമില്ലെന്ന് അറിഞ്ഞിട്ടും നിങ്ങളവിടെ
അതൊന്നും കാര്യമാക്കാതെ, അതായത് അതിനും മേലെ നിങ്ങളുടെ ഒരു പ്രണയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹമാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നുണ്ട്, മേ ബി ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ടും അതിൻ്റെ അകത്ത് അതിലേക്ക് ഇപ്പോൾ പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് യൂണിവേഴ്സ് തരുന്നത്. അതായത് നിങ്ങളുടെ ചുറ്റുപാടിനുമുള്ള സംഭവങ്ങളെ വിലയിരുത്തുക, അല്ലെങ്കിൽ വ്യക്തികളെ വിലയിരുത്തുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അതിനേക്കാട്ടിലുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഇപ്പോഴും നിങ്ങളോട് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് നമുക്ക് ആദ്യമേ തന്നെ ഒറാക്കിൾ സ്പ്രെഡ് കിട്ടുന്നത്. അതായത് ഇപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളെ തന്നെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കാനാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു പേഴ്സണിലേക്ക് നമ്മൾ ഒരു പ്രവൃത്തി കൊണ്ട് പോകുന്നതിനെക്കാട്ടിലുപരി, അതായത് ആ ഒരു വ്യക്തിനെ നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹം അറിഞ്ഞു വരും എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം, അല്ലെങ്കിൽ നാളെ ഒരു സമയത്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർ തിരിച്ചറിയുമെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സംശയമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് 101% ഉറപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്കത് ഭാവിയിൽ ശക്തമായിട്ട് തന്നെ നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഇനി വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോവുക. പക്ഷെ പ്രവൃത്തികളിൽ, അതായത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസം നിങ്ങൾ തല്ലിക്കെടുത്തേണ്ട കാര്യമില്ല. ആ ഒരു വ്യക്തി വരില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹം കാണില്ല. മേ ബി ഇപ്പം നിങ്ങൾ ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. മേ ബി ഇപ്പോൾ ഇവിടെ ഒരു വൺ സൈഡ് ലവ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, വൺ സൈഡ് ലവ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു, പക്ഷെ ആ ഒരു വ്യക്തി അത് കാണുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ അങ്ങോട്ടേക്കായിട്ട് പോകുന്നുണ്ട്, പക്ഷെ അതിന് നിങ്ങൾക്ക് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം കിട്ടുന്നില്ല എന്നതാണ്. അപ്പോൾ വൺ സൈഡ് ലവുകാർക്ക് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്കായിട്ട് ഇനിയും ആ ഒരു വ്യക്തിനെ സപ്പോർട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ സ്നേഹം പുറമേ നിന്ന് പ്രവൃത്തികളിലൂടെ കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾ ഇപ്പം ആവേശത്തോടുകൂടി, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തുക. നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ന് പറയുന്നൊരു പേഴ്സൻ്റെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. അതായത് ആ ഒരു വ്യക്തിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനയും, അല്ലെങ്കിൽ വഴിപാടുകളായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിലും, മെഡിറ്റേഷൻസ് ആണെങ്കിലും ഒരുപാട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടി തന്നെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പ്രവൃത്തികളിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത്. ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തുക. അപ്പോൾ നിർത്തുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അവർ മനസ്സിലാക്കുവാൻ തുടങ്ങും എന്നതാണ് യൂണിവേഴ്സലിൻ്റെ നിർദ്ദേശം. നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല, അതിന് പകരമായിട്ട് ആ ഒരു നിർത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തുമ്പോൾ ആ വ്യക്തിക്ക് അതിൽ നിന്നും ഈ ഒരു പേഴ്സണെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് കൊടുക്കുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ സ്നേഹം, ആ ഒരു പ്രണയം ഒരു അർത്ഥവത്തായിട്ട് ഈ ഒരു പേഴ്സൺ എടുക്കും എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ മാത്രം. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു വൺ സൈഡ് ലവുകാർക്കും, അതുപോലെ പ്രണയിക്കുന്ന വ്യക്തികൾക്കും, ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് വേണ്ടി കാത്തിരിക്കുന്ന ആരും ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന പ്രായമില്ല ടാരോ കാർഡ് റീഡിങ്സ് കാണുന്നതിന്, ഒറാക്കിൾ റീഡിങ്സ് കാണുന്നതിനും ഇന്ന ജെൻഡർ ഇല്ല. അതുപോലെ തന്നെ ചിലപ്പോൾ പ്രണയബന്ധത്തിന് വേണ്ടി ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഒറാക്കിൾ റീഡിങ്ങും ടാരോ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നതും ഈ രണ്ടും പറയുന്നത്
നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആയിക്കോട്ടെ, ഫ്രണ്ട്സിന് വേണ്ടി ആയിക്കോട്ടെ, പ്രണയിക്കുന്ന വ്യക്തികൾക്കായിക്കോട്ടെ, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ആയിക്കോട്ടെ, ആർക്ക് വേണ്ടി ആയിക്കോട്ടെ, ഇത് നിങ്ങൾക്ക് എന്താ പറയുക, റെസനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകയോ കാമുകനോ ആരും ആയിക്കോട്ടെ, മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി വിവാഹം കഴിക്കാത്ത വ്യക്തികളാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിവോഴ്സീസ് ആവാം, ചിലപ്പോൾ ഒരാൾ കമ്മിറ്റഡും ഒരാൾ കമ്മിറ്റഡ് അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തികളാവാം. അപ്പം അങ്ങനെ ആരും ആയിക്കോട്ടെ, അപ്പം നിങ്ങളോട് ഇപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. പക്ഷേ ആ തീരുമാനം പ്രവൃത്തിയിലേക്ക് ആക്കുന്നതിനേക്കാളുപരി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സ് പറയുന്നതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും പകരം എന്താ പറയുക, ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതലായിട്ടും ഒരു മനസ്സ് പറയുന്നത് കേട്ട് അവിടെ തന്നെ നിൽക്കുക, നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിർദ്ദേശം നൽകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് നിങ്ങളുടെ മനസ്സ് പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ കിട്ടുമെന്നും. പക്ഷെ നിങ്ങളത് പ്രവൃത്തിയിലൂടെ, അതായത് ആ ഒരു വ്യക്തിയിലേക്ക് വീണ്ടും 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 പോയിക്കൊണ്ടിരിക്കണം. മേ ബി ഇതിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനാവാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ വലുതായിട്ട് മിണ്ടുന്നില്ലാവാം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, മേ ബി ഇതിപ്പം എന്താ പറയുക, ഈ ഒരു പേഴ്സന് വേണ്ടി നിങ്ങൾ വൺ സൈഡ് ലവ് ആവാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പേഴ്സന് വേണ്ടി ഇപ്പം നിങ്ങൾ അങ്ങോട്ടേക്കായിട്ട് പോവാണ്. അപ്പം അത് നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടി അവരെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കൂടുതലായിട്ടും അടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങോട്ടേക്കായിട്ട് ചെല്ലുന്നത്. പക്ഷേ ആ ഒരു പേഴ്സൺ അത് മനസ്സിലാവുന്നില്ല എന്നാണ് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക്, അതായത് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വഴി ഒന്ന് തിരിച്ചു വിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു വഴി തിരിച്ചു വിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ആ ഒരു ഡ്രീമിലേക്ക്, ഡ്രീം കൺട്രോ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് വിഷമം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇടുന്നത്. പക്ഷെ ആ ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് അതിനെ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പം അതാണ് പറഞ്ഞത്, ആ ഒരു എഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു അഡ്വൈസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഈ ഒരു അഡ്വൈസ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ ചെന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി വരാൻ വേണ്ടി കുറേ നാൾ എടുക്കും. പക്ഷെ ഇപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങളുടെ ആ ഒരു ലൈഫ് വലിയൊരു മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നല്ലൊരു അഡ്വൈസാണ് യൂണിവേഴ്സൽ മെസ്സേജ് നമുക്ക് കിട്ടിയത്. ഭഗവാൻ നമുക്ക് നല്ലൊരു റീഡിങ് തന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.